ഒരു ഞായറാഴ്ച പ്രഭാതം നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി. രാവിലത്തെ ജോലിക്കൊക്കെ ശേഷം വന്ന് നോക്കുമ്പോൾ പാകിയ ചീരകളൊക്കെ കിളിച്ച് നിൽപ്പുണ്ട്. പ്ലാത്താങ്കര ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്, സുന്ദരി ചീരയുണ്ട്. അവർ കിളിർത്ത് വരുന്നു. കുറച്ച് പ്ലാത്താങ്കര പകുതി വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആകെ കളർഫുള്ളായിരിക്കും. പ്ലാത്താങ്കര, പിന്നെ പച്ചച്ചീര, പിന്നെ സുന്ദരി ചീര, 3 പേരും കൂടെ കിളിച്ച് വരാൻ പോകുന്നത്. വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ഇവരിവിടെ നിൽക്കുന്ന വഴുതനകളാണ്. അവർക്ക് വലിയ ജീവനൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടുത്തെ കൃഷി നിർത്തി ടെറസിലേക്ക് തന്നെ അങ്ങ് കൃഷി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോണിൻ്റെ മുകളിലേക്ക് ഒരുത്തൻ വന്ന് വീണു. ഇവന്മാരെ ഇങ്ങനെ ആക്കുന്ന ഒരുത്തൻ കാണിച്ചു തരാം. അതുകൊണ്ട് അവനെ ഞാൻ ഈ ഇലയിലേക്ക് ഇട്ടിട്ട് ഇങ്ങെടുത്തു മണ്ണിലോട്ട് അങ്ങ് സമാധിയാക്കി. ഇവരൊക്കെ കുറച്ച് പ്രശ്നമായി ഇവരുടെയൊക്കെ വളർച്ച. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ വിഷമില്ലാത്ത ഒരു 10 വഴുതന തന്നാൽ തന്നെ നല്ല കാര്യമല്ലേ. പിന്നെ കണ്ടോ ക്യാപ്സിക്കം, അയാളും വളരെ കുരുടിയൊക്കെ നിൽക്കുക. നമ്മൾ ഇവരെയും ഉപേക്ഷിച്ചു എന്ന് പറയാം. എന്നാലും വെള്ളം കൊടുക്കുന്നുണ്ട്, ഇച്ചിരിയൊക്കെ വളവും കൊടുക്കുന്നുണ്ട്. ഇവരാ പിന്നൊരു സന്തോഷം. ഇവർക്ക് ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയില്ല. പിന്നെ പ്ലാത്താങ്കര ചീരയുടെ വിത്ത് ആരണ്ടൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാത്താങ്കരയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. ഇതിനകത്തുനിന്ന് പൊഴിച്ച് ചോദിച്ചവർക്ക് കൊടുക്കണം. പൊന്നാങ്കണ്ണി ചോദിച്ചവരുണ്ട്, അവർക്കും കൊടുക്കണം. അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ 3 പേരിവിടെ പഴുത്ത് നിൽപ്പുണ്ട്. അവരെ ഇപ്പോൾ പിച്ചിയെടുക്കണം. കുമ്പഴുപ്പനായി നിൽപ്പുണ്ട്. പകുതി പഴുത്ത് നിൽക്കുന്നു. അവരെ കുത്തിയിടണമെന്ന്. പിന്നെ ഒരു കറിവേപ്പില, അയാളെ കുഴിച്ചു വെക്കണം. ബാഗിൽ എങ്ങനെ നിൽക്കുക. പിന്നെ ദാണ്ട് ഒളിച്ചിരിക്കുന്നുണ്ട് ഒരാൾ. ഒരു ചാക്ക് ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. അതിനകത്തൊരു കാച്ചിലുണ്ട്. അയാളെ സമയം പോലെ എടുക്കണം ഇന്ന്. ഇനി ഇച്ചിരി മീൻ തീറ്റയാകാം. അവർക്ക് രാവിലെ ഫുഡ് കൊടുത്തില്ല. കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടായിരുന്നു. ഇനി അവർക്ക് അതിൻ്റെ തീറ്റ കൊടുക്കാം. ഇപ്പം ചാട്ടം തുടങ്ങും. വരാലുകളാണ്, ഭയങ്കര തുള്ളിച്ചാട്ടമാണ്. ഇപ്പോൾ വെള്ളം മോശമായിട്ടിരിക്കുകയാണല്ലോ. ഇത് നല്ല വളവാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞായിരുന്നു, നല്ലൊരു വളവായത്. ഈ വെള്ളം മുഴുവൻ തീറ്റയൊക്കെ കൊടുത്തിട്ട് പതിയെ ഈ വെള്ളം മുഴുവൻ നമുക്കെടുത്ത് കൃഷിക്ക് ഉപയോഗിക്കണം. വളരെ നല്ലൊരു വളമായിട്ട് പിന്നെ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ബൈ.